ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഏറെ ആത്മവിശ്വാസം പകരുന്നതായിരുന്നു. അധികാരത്തിലേറിയിട്ടും തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി NDA BJPക്കുള്ളിൽ പലതരത്തിലെ പൊട്ടിത്തെറിക്ക് ഇടയാക്കിയിരുന്നു. 2 മാസം പിന്നിട്ടിട്ടും അതിന്റെ കനലുകൾ ഇനിയും പാർട്ടിയിൽ കെട്ടടങ്ങിയിട്ടില്ല. മുസ്ലിങ്ങളുടെയും ദളിതരുടെയും വോട്ടുകൾ ഇക്കുറി കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും വ്യാപകമായി ലഭിച്ചുവെന്നാണ് BJP വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ ദളിത് മുസ്ലിം ന്യൂനപക്ഷ വിഷയങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് 1 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന് കോൺഗ്രസ് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പട്ടികജാതി പട്ടികവർഗ സംവരണത്തിൽ ഉപസംവരണം, വഖഫ് ഭേദഗതി ബിൽ, ജാതി സെൻസസ് തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയാണ് ക്യാമ്പയിൻ. കേന്ദ്ര സർക്കാർ നടപടിയിൽ വിവിധ വിഭാഗങ്ങൾക്കുള്ള പ്രതിഷേധവും അമർഷവും കൂടുതൽ ചർച്ചയാക്കാനും BJPയെ പ്രതിരോധത്തിലാക്കാനുമാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ ദളിത്, മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ, മുസ്ലിം വിഭാഗം എന്നിവർക്കിടയിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. ജൂലൈ 9 ആരംഭിച്ച ക്യാമ്പയിൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമം പാർലമെന്റിൽ പാസാക്കി 25 വർഷം തികയുന്ന സെപ്റ്റംബർ 11 സമാപിക്കുക. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയ ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് നിലവിൽ പാർലമെന്റിൽ നടക്കുന്നതാണ് പാർട്ടിയുടെ ആരോപണം. BJP അധികാരത്തിലെത്തിയാൽ ഭരണഘടനാപരമായ അടിസ്ഥാന അവകാശങ്ങൾ വെല്ലുവിളിക്കപ്പെടുമെന്ന് ഇന്ത്യ സഖ്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജാതി സെൻസസ്, വഖഫ് ഭേദഗതി ബിൽ, SC/ST സംവരണത്തിലെ ഉപസംവരണം എന്നിവയെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ജനങ്ങളിലേക്ക് പാർട്ടി ഇറങ്ങുന്നത്. ഈ സമുദായങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണച്ചവരാണ്. അതിനാൽ അവരുടെ പ്രശ്നങ്ങൾ ചർച്ചയാക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യുകയാണ് പാർട്ടി ലക്ഷ്യം. 1 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിൽ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ജനങ്ങളെ അണിനിരത്താനും ലഘുലേഖകൾ വിതരണം ചെയ്യാനും അതത് സമുദായങ്ങളുമായി ചർച്ച നടത്താനുമാണ് പാർട്ടി നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാർട്ടിയിലെ OBC, ന്യൂനപക്ഷ, മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങൾ ജില്ലാ തലത്തിൽ ക്യാമ്പയിനുകൾ നടത്തും. ജാതി സെൻസസ് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ട് ഒപ്പ് ശേഖരണ ക്യാമ്പയിൻ നടത്തും. വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കേണ്ടത് അനിവാര്യമാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂമി സ്വത്തായുള്ളത് റെയിൽവേക്കാണ്. അത് കഴിഞ്ഞാൽ വഖഫ് ബോർഡിന് കീഴിലാണ്. മുസ്ലിങ്ങൾക്ക് സമുദായ ഉന്നമനത്തിനായി വിട്ടു നൽകിയ ഭൂമിയും സ്വത്തുമാണത്. ഇപ്പോൾ ആ സ്വത്തുക്കളുടെ ഡീലർമാരാകാൻ മോദി സർക്കാർ ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് ഷാനവാസ് പറഞ്ഞു. ഭരണഘടന തൊട്ടുകൂടായ്മ നിരോധിച്ചിട്ടും പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംവരണം നൽകുകയും ചെയ്തത് സാമൂഹിക വിഭജനത്തെ അവസാനിപ്പിക്കാനാണ്. NDA സർക്കാർ SC/ST നിയമം പോലും ശരിയായി ഈ രാജ്യത്ത് നടപ്പാക്കുന്നില്ല. മിക്ക കേസുകളിലും പ്രാദേശിക തലത്തിൽ തീർപ്പാക്കുകയാണ്. SC/ST നിയമം നേരിടുന്ന വെല്ലുവിളികൾ തുറന്നു കാണിക്കാൻ കൂടിയാണ് ക്യാമ്പയിന്റെ സമാപന ദിവസമായി സെപ്റ്റംബർ 11 തിരഞ്ഞെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷങ്ങളിലേക്ക് കോൺഗ്രസ് സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് BJPക്ക് വലിയ വെല്ലുവിളി ഉയർത്തും. BSPയുടെ പ്രധാന വോട്ട് ബാങ്കായ ജാതി വോട്ടുകൾ 6% SP-യിലേക്കും കോൺഗ്രസിലേക്കും ഒഴുകിയെന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന പ്രതിപക്ഷ ക്യാമ്പയിൻ BJPക്ക് തിരിച്ചടിയായിട്ടുണ്ടെന്നും അവർ വിലയിരുത്തുന്നു. 2019 UPയിലെ പട്ടികജാതി സംവരണമുള്ള 17 ലോക്സഭാ സീറ്റുകളിൽ 14ലും BJP ആയിരുന്നു വിജയിച്ചത്. എന്നാൽ ഇക്കുറി അത് 8 സീറ്റിൽ ഒതുങ്ങി. 7 മണ്ഡലങ്ങളിൽ SP ജയിച്ചു. കോൺഗ്രസും ആസാദ് സമാജ് പാർട്ടിയും ഓരോ സീറ്റുകളിലും ജയിച്ചു. 40-ലധികം ലോക്സഭാ സീറ്റുകളിൽ ആധിപത്യം പുലർത്തുന്ന OBC വിഭാഗങ്ങളുടെ നിലപാടിലുണ്ടായ മാറ്റം കോൺഗ്രസ് തിരിച്ചറിഞ്ഞു. NDAയ്ക്കൊപ്പം നിന്ന പലരും അവരെ കൈവിട്ട് ഇന്ത്യ സഖ്യത്തിനാണ് ഇക്കുറി പിന്തുണ നൽകിയത്. രാജ്യത്തെ രാഷ്ട്രീയ ഭൂമികയിലുണ്ടായ മാറ്റം തിരിച്ചറിഞ്ഞതോടെയാണ് സംഘടനയെ പുനർജീവിപ്പിക്കാൻ കോൺഗ്രസ് ഇറങ്ങിത്തിരിച്ചത്.